അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോങ്കോ DB വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഒരു ഡേറ്റാബേസിനകത്ത് മോങ്കോ DBയിലെ ഡേറ്റാബേസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡേറ്റ നമുക്ക് തിരിച്ച് കാണിക്കണം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമുക്കവിടെ കാണിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇൻഡെക്സ് ഫയലിലേക്ക് വരിക. അതായത് പേജസ് ഫോൾഡറിനകത്ത് നമ്മൾ ഇൻഡെക്സ് പേജിനകത്ത് വരുമ്പോൾ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാറ്റിക് പ്രോപ്സിൽ നമ്മൾ ഇവിടെ API കോൾ വിളിക്കുന്നില്ലേ, ആ API കോളിൽ പകരം നമ്മളിവിടെ മോങ്കോ DB വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോങ്കോ DBയുടെ സൈറ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസ് കളക്ഷൻസിലേക്ക് പോവാം. ഓക്കെ, ഈ ബ്രൗസ് കളക്ഷൻസിനകത്ത് കളക്ഷൻസ് ടാബിനകത്ത് നമുക്ക് മീറ്റപ്സ് ടേബിൾ ഉണ്ട്. ഈ മീറ്റപ്സ് ടേബിളിനകത്ത് നമ്മുടെ ഡേറ്റ ഇവിടെ കാണും. ഓക്കെ, ഇവിടെ ഞാൻ 2 ഡേറ്റയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 2 ഡേറ്റ ആക്ച്വലി എനിക്ക് എൻ്റെ വെബ്സൈറ്റിൽ കാണിക്കണം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ വെച്ചിട്ട് പിന്നെ നമ്മൾ മോങ്കോ DB ഇവിടെ കണക്ട് ചെയ്യും. ഇവിടെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിനകത്ത് നമ്മളിവിടെ മോങ്കോ DB കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇവിടെ നമ്മൾ ഈ ട്രൈ ക്യാച്ച് ഈ APIയിൽ എഴുതിയിരിക്കുന്ന മോങ്കോ ക്ലയൻറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ റിട്രീവ് ചെയ്യാൻ നോക്കും. ആ സെയിം സാധനം നമ്മളിവിടെ കോപ്പി ചെയ്ത് നമ്മളിവിടെ ഇൻഡെക്സ് ഫയലിനകത്തോട്ട് ഇടും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ റെസ്പോൺസ് വേണ്ട, ഈ RES ഡോട്ട് വേണ്ട, ഇതും നമുക്ക് വേണ്ട. ഇത് ആക്ച്വലി നമുക്ക് ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉള്ള മെസ്സേജാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് മോങ്കോ ക്ലയൻ്റ് ആണ്. ഓക്കെ, മോങ്കോ ക്ലയൻറ്റിന് വേണ്ടി ഞാനിവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാനിവിടെ ഈ ഒരു സാധനം എടുക്കാം. ഓക്കെ, ഈ ഒരു സാധനം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ആക്ച്വലി ഇവിടെ നമ്മുടെ പാസ്വേഡ് ഞാനിവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഡേറ്റാബേസ് ആക്സസിനകത്തോട്ട് പോയിട്ട് ഞാനിവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് പാസ്വേഡിനകത്ത് ഓട്ടോ ജനറേറ്റ് സെക്യൂർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് ജനറേറ്റ് ആയി വീഴും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. സെയിം തന്നെ നമ്മളിവിടെ APIയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കോഡില്ലേ, അവിടെയും നമ്മൾ ഡേറ്റാബേസിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഈ 2 നമ്മൾ കൊണ്ടുവന്ന് മോങ്കോ ക്ലയൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ URI നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ക്ലയൻറ്റ് ഇവിടെ സെയിം തന്നെയാണ്, ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ മോങ്കോ ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ URI വെച്ച് കണക്ട് ചെയ്ത് ഒരു ക്ലയൻറ്റ് വേരിയബിളിനകത്തോട്ട് വെക്കും. എന്നിട്ട് അതിൽ മോങ്കോ DB കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ കാണിക്കും. എന്നിട്ട് DB ഡോട്ട് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ഡോട്ട് DB എടുക്കുക, അത് DBനകത്തോട്ട് സെറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അവൈറ്റ് മാറ്റിയിട്ട് DB ഡോട്ട് കളക്ഷൻ മീറ്റപ്സ് ഈ ഒരു സാധനം മാറ്റും. ഇവിടെ ഞാൻ റിസൾട്ടിന് പേര് മാറ്റിയിട്ട് ഞാനിവിടെ മീറ്റപ്പ് കളക്ഷൻസ്. ഓക്കെ, മീറ്റപ്പ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ DB ഡോട്ട് കളക്ഷൻ, അതായത് നമ്മുടെ ഈ ഒരു കളക്ഷൻ ഇല്ല, ഇവിടെ ക്ലസ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ബ്രൗസ് കളക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഡേറ്റാബേസ് ഇവിടെ കാണും. അത് ഏത് ഡേറ്റാബേസ് ആണെന്ന് നമ്മൾ കളക്ഷനകത്തോട്ട് പോയിട്ട് കളക്ഷൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഏത് ഡേറ്റാബേസ് ആണോ വേണ്ടത് അത് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ മീറ്റപ്സ് ആണ് ഇവിടെ എൻ്റെ ഡേറ്റാബേസ്. സോ ഞാൻ ഇവിടെ ഡേറ്റാബേസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു മീറ്റപ്സ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവിടെ വേരിയബിളിൽ സെറ്റ് ചെയ്യാം. സോ വേരിയബിൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ട്രൈക്ക് മുമ്പേ തന്നെ വേരിയബിൾ മീറ്റപ്പ് ഡേറ്റ ഈക്വൽ ടു ഇനിഷ്യലി empty array ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ മീറ്റപ്പ് ഡേറ്റ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. മീറ്റപ്പ് ഡേറ്റ ഈക്വൽ ടു മീറ്റപ്പ് കളക്ഷൻസ് ഡോട്ട് ഫൈൻഡ്. ഓക്കെ, ഫൈൻഡ് ടു array. ഓക്കെ, നമുക്ക് വരുന്ന കളക്ഷൻസ് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആയിരിക്കും. ആ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിൽ പിടിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഒരു അറയ്ക്കകത്തോട്ട് സെറ്റ് ചെയ്ത്
വെക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു അവൈറ്റിൽ വേണം വെക്കാനായിട്ട്, കാരണം ഇത് കുറച്ച് ടൈം എടുക്കും ഇത് വരാനായിട്ട്. ഇത് പ്രോമിസ് ടൈപ്പാണ്, അതുകൊണ്ട് നമ്മളിവിടെ അവൈറ്റ് പറഞ്ഞ് ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് മീറ്റപ്പ് ഡേറ്റ കിട്ടിയതിന് ശേഷം നമ്മളിവിടെ ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മളിവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മീറ്റപ്പ് ഡേറ്റ പിടിച്ച് ഈ ഡമ്മി ഡേറ്റ മാറ്റിയിട്ട് നമ്മളിവിടെ മീറ്റപ്പ് ഡേറ്റ കൊണ്ടുവരും. അപ്പോൾ മീറ്റപ്പ് ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു ചേഞ്ച് വരും. ചേഞ്ച് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ, ഇമേജ്, അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ എല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ അണ്ടർസ്കോർ ഐ ഡി കണ്ടോ, അണ്ടർസ്കോർ ഐ ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഐ ഡിക്കകത്ത് ഒരു സ്ട്രിങ്, ആക്ച്വലി നമുക്ക് ഈ ഒരു സ്ട്രിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ അണ്ടർസ്കോർ ഐ ഡിനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ പിടിച്ച് സ്ട്രിങ് ആക്കണം. ഇത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ആ ഒരു സംഭവം മാറ്റാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന, നമ്മളിവിടെ ഡോട്ട് മാപ്പ് res ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ഡോട്ട് 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 റെസ് അല്ല, സ്പ്രെഡ് സെപ്പറേറ്റിന് പകരം ഞാൻ മറ്റേത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഐ ഡി, അതായത് നമ്മുടെ ഈ ഒരു സാധനം, ഈ ഒരു ഒബ്ജക്റ്റ് ആണ് അവിടെയും വരുന്നത്. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇടുന്നു. ഓക്കെ, ഇവിടെ ഐ ഡി മാറ്റിയിട്ട് ഈ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂസ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഡേറ്റാ ബേസിൽ നിന്നുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വരും. അതിൽ നമ്മുടെ അണ്ടർസ്കോർ ഐ ഡി ടു, കാരണം ഈ അണ്ടർസ്കോർ ഐ ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ്, അതിനെ പിടിച്ച് നമ്മൾ സ്ട്രിങ് ആക്കും. ഇനി ഇവിടെ കൊച്ചി മാറ്റിയിട്ട് res ഡോട്ട് ടൈറ്റിൽ, ഇവിടെ നമ്മൾ സെറ്റ് res ഡോട്ട് ഇമേജ്, res ഡോട്ട് അഡ്രസ്. ഓക്കെ, ഇവിടെ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ മീറ്റപ്സിനകത്ത് നമ്മൾ ഈ മീറ്റപ്പ് ഡേറ്റയിൽ മാപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനാമിക് ഡേറ്റ ലോഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇവിടെ ഞാൻ പിസ്സ എന്ന് പറഞ്ഞ് ചുമ്മാ ടൈപ്പ് ചെയ്തേ ഉള്ളൂ. ഇവിടെ പിന്നെ ടെസ്റ്റ്, ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സംഭവം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഡേറ്റാ ബേസിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഞാനിവിടെ പുതിയൊരു മീറ്റപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ, ആഡ് മീറ്റപ്പ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇൻവാലിഡ് ഹൂക്ക് കോൾ, ഹൂക്സ് ക്യാൻ ഓൺലി ഇൻസൈഡ് ഓഫ് ദ ബോഡി. ഓക്കെ, ഹൂക്ക് ആക്ച്വലി അതെവിടെയാണ്, ഇവിടെ കാരണം ഫംഗ്ഷനകത്തായി പോയി. ഓൾ മീറ്റപ്സിൽ പോയി കഴിഞ്ഞാൽ ആഡ് ന്യൂ മീറ്റപ്പ്, ആഡ് മീറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആലപ്പുഴ എന്ന് പറഞ്ഞിവിടെ കാണിക്കും. ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇമേജ് ലോഡ് ആയിട്ടില്ല, കാരണം ഇമേജ് നമുക്ക് ഇത് ഒന്നും കൂടെ നമുക്ക് ബിൽഡ് ചെയ്യണം. നമ്മുടെ ഇമേജ്
വന്നില്ല. ഓക്കെ, അത് നമുക്ക് ഒന്നും കൂടെ പ്രൊഡക്ഷനിൽ ബിൽഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡേറ്റാബേസിൽ നിന്ന് നമുക്കിവിടെ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റ നമ്മളിവിടെ API വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തപ്പോൾ ആക്ച്വലി നേരെ ഹോം പേജിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ ഇവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ഞാൻ ഇവിടെ യൂസ് റൗട്ടർ എന്ന് പറഞ്ഞൊരു മെത്തേഡ്, അതായത് റൗട്ടർ നെക്സ്റ്റ് JSലെ റൗട്ടറാണ്. അതില്ലാത്ത ഞാനിവിടെ റൗട്ടർ ഡോട്ട് പുഷ് എന്ന് പറയുന്ന സ്ലാഷ് ആണ് കൊടുത്തത്. അത് നേരെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ.